ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പാല് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഒന്ന് വെച്ച് കൊടുക്കണം. ഞാനിവിടെ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എല്ലാ ഭാഗത്തും ഫില്ലാവുന്ന രീതിയിൽ ഫസ്റ്റ് ലെയറുന്ന രീതിയിൽ നമുക്ക് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ ഗ്യാപ്പുകളിൽ വരെ ബിസ്ക്കറ്റൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ്. അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാര അതിൽ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ മിൽക്ക് മെയ്ഡും പാൽപ്പൊടിയും ഇല്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം. പക്ഷേ ഇത് രണ്ടും വരുമ്പോൾ നല്ല ടേസ്റ്റാണ് പുഡിങ്ങിന്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ച് പോവും. ഇപ്പോൾ ഇതിവിടെ കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. ഇപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ ബട്ടറും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതേപോലെയാണ് വേണ്ടത്. വിട്ട് വിട്ട് പോകുന്ന ഒരു പരുവത്തിലാണ് വേണ്ടത്. എന്നാലാണിത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് ഈ ചൂടോട് കൂടി തന്നെ എടുത്ത് നമുക്ക് ആ ബിസ്ക്കറ്റിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ചൂടാറാനായിട്ട് പാടില്ല. ചൂടാറി കഴിഞ്ഞ് പെട്ടെന്ന് സെറ്റാവും ചെയ്യും. പിന്നെ ബിസ്ക്കറ്റ് അലിയില്ല. അപ്പോൾ ചൂടോട് കൂടി തന്നെ ബിസ്ക്കറ്റിൻ്റെ മേലെ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ബിസ്ക്കറ്റ് അലിഞ്ഞു വന്നോളും. ഇനി ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുക്കണം. ഇനി ഞാനിവിടെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ഡ്രോപ്സ് സ്ട്രോബെറി എസൻസ് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിങ്ക് കളറും സ്ട്രോബെറിയുടെ ആ ഒരു ഫ്ലേവറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് സ്ട്രോബെറി എസൻസ് ചേർത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കിട്ടണമെങ്കിൽ ആ ഒരു എസൻസ് ചേർത്താൽ മതിയാവും. അതുപോലെ ഇഷ്ടമുള്ള ഫ്ലേവർ വേണമെങ്കിൽ ആ ഒരു എസൻസ് ചേർത്താൽ മതിയാവും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വിപ്പിംഗ് ക്രീമിൽ ഇനി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഐസിങ് ഷുഗർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താലും മതി. ഇനി ഇത് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മിക്സിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി ഞാൻ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ വേണമെങ്കിൽ ചെയ്യാം. നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കണം. അപ്പോൾ ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. നന്നായിട്ട് തണുക്കണം, എന്നാലും നന്നായിട്ട് സെറ്റായിട്ട് കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എടുത്ത് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.